അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാ. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണുള്ളത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അതിപ്രധാനമായ അതിശ്രേഷ്ഠമായ ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ഞാനിനി പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാവരും പഠിച്ചതാണ്, അറിഞ്ഞതാണ്. ദുൽഖഅദ മാസത്തിൻ്റെ വെള്ളിയാഴ്ച, രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവെന്ന് പറഞ്ഞാൽ ഇനി ഏതാനും വെള്ളിയാഴ്ചകൾ കൂടി കഴിഞ്ഞാൽ പിന്നെ പരിപാവനമായ ഹജ്ജിൻ്റെ കർമ്മത്തിലേക്ക് ഹാജിമാർ പ്രവേശിക്കുന്നു. അതുപോലെ ബാക്കിയുള്ള ആളുകൾ ഉദ്ഹിയ്യത്തിൻ്റെ കർമ്മത്തിലേക്ക്, ബലിപെരുന്നാളിൻ്റെ കർമ്മങ്ങളിലേക്കൊക്കെ പ്രവേശിക്കുകയാണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള സമയത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ സമയത്ത് അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കണം. അതുപോലെ തന്നെ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്, അവർക്കൊക്കെ വേണ്ടി നമുക്ക് ദ്വാരക്കണം. അള്ളാഹു തആല അതിന് പറ്റിയൊരു സമയത്താണ്, ഒരു മജ്ലിസിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ, നമുക്ക് എല്ലാവിധ ഖൈറുണ്ടാവാൻ കുറച്ച് ദിക്റും സ്വലാത്തും പറഞ്ഞ് നമുക്ക് ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. വിശുദ്ധമായ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്ത് യാസീൻ. ആ യാസീൻ സൂറത്തിലെ അതിപ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ആയത്ത് പറയുന്നത് ഒരു സലാമത്ത്, രക്ഷ ഉണ്ടാവാനാണ് നമ്മുടെ ദുന്യവിയായ ലോകത്തും. അതുപോലെ നാളെ മറിച്ച് നമ്മൾ ആഖിറത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് അള്ളാഹുവിൻ്റെ വലിയ സമാധാനം, സമാധാനം കിട്ടാൻ ഈ ആയത്ത് സ്ഥിരമായി ഓതണമെന്നാണ്. ഏതാണ് ആയത്ത്? ഒന്ന് ഓതിയാലോ? എല്ലാവരും ഒന്നിച്ച് പറയും. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹത്തുക്കളായ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ചെറിയ ഒരു ദുആയാണ് ദിക്റാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ അതൊക്കെ മാറി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സന്തോഷവും സമാധാനവും ബറക്കത്തും റാഹത്തും ഇസ്സത്തും കിട്ടാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക. എല്ലാ നമസ്കാരത്തിന് ശേഷവും ഈ ഒരു ദുആ 3 വട്ടം കുറഞ്ഞത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം. ഏതാണ് ആ ദുആ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറയാം. അല്ലാഹുമ്മ അജിർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ.
اللهم أجرني في مصيبتي وأخلف لي خيرا منها 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 മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഫിർഔനിന്റെ മുമ്പിൽ പോവുകയാണ്. ഫിർഔനിന്റെ മുമ്പിൽ എന്തിനാ പോകുന്നത്? മഹാനായ മൂസാ നബി പോകുന്നത് ആ ഫിർഔനിനെ ദീനിലേക്ക് ക്ഷണിക്കാനാണ്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ. ആ പോകുന്ന സമയത്ത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ദുആ ചെയ്യുന്നുണ്ട്. ഈ ദുആ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരും. പല ആളുകൾ ഇന്ന് പരാതി പറയുന്നുണ്ട്, ഉസ്താദെ ഭർത്താവിൻ്റെ സ്വഭാവം മോശമാ, ഭാര്യയുടെ സ്വഭാവം മോശമാ, മക്കളുടെ സ്വഭാവം നന്നാകുന്നില്ല, ഉമ്മാടെ സ്വഭാവം, വാപ്പാടെ സ്വഭാവം ഒന്ന് നന്നാവാൻ ഉസ്താദ് ദ്വാരക്കണം. ദ്വാ നമുക്ക് തന്നെ പറയാവുന്നതാണ്. നമ്മുടെ സ്വന്തം സ്വഭാവം ശരിയാവാൻ നമ്മൾ തന്നെ പറയുക. ആ ഒരു ദ്വായാണ് ഇനി പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ മന്ത്രിച്ചു കൊടുക്കേണ്ട ആയത്താണ് ഇനി പറയാൻ പോകുന്നത്. അവർക്ക് കണ്ണേറ് സിഹറൊക്കെ ഏൽക്കാതിരിക്കാനും അവരുടെ സംസാരശേഷിയൊക്കെ റാഹത്തിലും സന്തോഷത്തിലുമാവാനൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി പറയാൻ പോകുന്ന മൂസാ നബിയുടെ ദുആ നമുക്ക് ഉപയോഗപ്പെടും. ഏതാണ് ആ ദുആ? കേട്ടോ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب
റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി റബ്ബി ശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സൃഷ്ടിച്ചിട്ടുള്ളത് തെറ്റുകൾ ചെയ്യാനുള്ള സാധ്യതകൾ കൊണ്ടാണ്. മനുഷ്യനെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഈ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് തെറ്റുകൾ പറ്റിയാലും അവർ ഇസ്തിഗ്ഫാർ പറയുന്നവരാണ്, അവർ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നവരാണ്. അപ്പോൾ മനുഷ്യന് തെറ്റു പറ്റിയാൽ ആ തെറ്റു പറ്റി എന്ന് പറഞ്ഞ് മാറി നിൽക്കലല്ല, ആ തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണേ എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്തരത്തിൽ അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ പറയുന്ന ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. മാത്രമല്ല ഈ ആയത്ത് നമുക്കൊരു ദിക്റായിട്ടും പറയാം, അതൊരു തൗബയുടെ വചനമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കൊന്നിച്ച് പറഞ്ഞാലോ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഒരു മനുഷ്യൻ അവൻ ചെയ്യുന്ന
30 ലക്ഷത്തോളം തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഒരു ദുആയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി പറയുക. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ ഗാഫിറൽ മുദ്നിബീൻ. اللهم اغفر لي ذنوبي يا غافر المذنبين. 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 ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമാണ്. ഇൻഷാ അല്ലാഹ് നബി തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് എത്ര പറഞ്ഞാലും തീരില്ല. എത്രയോ സ്വലാത്തുകളാണ് അല്ലേ, എത്രയോ സ്വലാത്തുകളാണ്, ലക്ഷക്കണക്കിന് സ്വലാത്തുകളാണ് ഓരോ ആളുകളും ചൊല്ലുന്നത്. നമ്മുടെ കിതാബുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ നിരവധി ആയിരക്കണക്കിന് സ്വലാത്താണ്. പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല അർത്ഥത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അത്തരത്തിൽ നബി തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്താണ് നമുക്ക് നേരിട്ട് നബിയോട് സ്വലാത്ത് ചൊല്ലുന്ന രൂപത്തിൽ പറയാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയാം. الصلاة والسلام عليك يا سيد الأولين والآخرين. 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 الصلاة والسلام عليك يا سيد الأولين والآخرين.
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ 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 അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനോടുകൂടി മുഹമ്മദ് റസൂലുള്ളാ എന്ന വാക്കുകൂടി ചേർത്താൽ അള്ളാഹുവിനും ഇഷ്ടമാണ്, മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ആ വാക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ അതിപ്രധാനപ്പെട്ടൊരു ദിക്റാണ്. ദിക്റുകളുടെ രാജാവ്, നേതാവ് എന്നാണ് ഈ ദിക്റിനെ പറ്റി പറയപ്പെടുന്നത്. വളരെയധികം പുണ്യമുള്ളതാണ്. ഖബറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ദിക്ർ കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. لا إله إلا الله محمد رسول الله 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 لا إله إلا الله محمد رسول الله. നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള വിജയങ്ങൾ ഉണ്ടാവാൻ, പ്രത്യേകിച്ച് ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ എല്ലാവിധത്തുള്ള കരുണയും കിട്ടാൻ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് തൗബയുടെ വചനങ്ങളാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാർ ഉണ്ടല്ലോ, ഒരുപാട് ഇസ്തിഗ്ഫാർ പറയും. ആ ഇസ്തിഗ്ഫാറിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്തിഗ്ഫാറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയുക. നമ്മുടെ എല്ലാ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരാനും എല്ലാവിധ ഖൈറും സലാമത്തും ഉണ്ടാവാനും ഇൻഷാ അല്ലാഹ് ഇത് കാരണമാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്
അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക് അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈക്. ഇനി നമ്മൾ പറയുന്നത് അള്ളാഹുവിൻ്റെ ചില ഇസ്മുകളാണ്. നമുക്കറിയാവുന്ന ഒരുപാട് ഇസ്മുകളുണ്ട്, നമ്മൾ പറയാറുണ്ട് സ്ഥിരമായ ഒരുപാട് അള്ളാഹിൻ്റെ ഇസ്മുകൾ. അസ്മാഉൽ ഹുസ്ന മുഴുവനും ഓതുന്നവരാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ അത് നിലനിന്ന് കിട്ടണം. അല്ലേ, നമുക്ക് ഒരുപാട് നിഅമത്തുകൾ അല്ലാഹു തന്നിട്ടുണ്ട്, അത് നിലനിർത്തി കിട്ടണം. അതിന് പറ്റിയ ഒരു ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറയാം. യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 യാ ശകൂറു യാ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രത്യേകം ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മജ്ലിസിൽ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കും. അള്ളാഹു തആല നമ്മുടെ ഈ മജ്ലിസിനെ, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ദുആയിനെ അള്ളാഹു കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വ ദവാ
دوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാ, ഒരുപാട് തെറ്റുകൾ പറ്റിയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ അവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ടു, ഉമ്മ മരണപ്പെട്ടു, ഭാര്യ ഭർത്താവ് മരണപ്പെട്ടു, മക്കൾ ഖബറിലാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദ് എന്നൊരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് റബ്ബേ. അല്ലാഹുവേ, മരണപ്പെട്ട മുഴുവൻ ഖബറാളികൾക്കും നീ വലിയ പ്രതിഫലം നൽകണേ അല്ലാ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കാനുള്ളവരാണ്. ഞങ്ങൾ മരിച്ച് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ, റാഹത്ത് തരണേ അല്ലാ, ഇസ്സത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരാ, ഒരുപാട് സങ്കടങ്ങളുള്ളവരാ, എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും ആർക്കെല്ലാം എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെന്ന് നിനക്കറിയാം. ഒരു തഫ്സീർ ബയാനിന്റെ ആവശ്യമില്ലല്ലോ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ ആരെല്ലാം രോഗികളുണ്ടോ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാനിനെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നീ ശിഫാ തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, ആരെല്ലാം എന്തെല്ലാം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലാണോ, അല്ലാഹുവേ ഹോസ്പിറ്റലിലാണോ, വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടോ, എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ കൂടുകയാണ്, പെടുന്നനെയുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അറ്റാക്ക് വന്ന് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. സ്ട്രോക്ക് വന്ന് കിടപ്പിലാകുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. കുഴഞ്ഞു വീണുള്ള മരണത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്നാണെങ്കിലും മരിക്കും, എവിടെയാണ് എന്നാണെങ്കിലും മരിക്കും, എവിടെ വെച്ചാണ് എങ്ങനെയാണ് മരണമെന്നറിയില്ല. ഖൈറായ മരണം, ഖൈറായ സമയത്ത് ഖൈറായത് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും ഒരുപാട് പേര് ഹജ്ജിന് പോവുകയാ, ഉംറക്ക് പോവുകയാ. അല്ലാഹു, അവരുടെ ഹജ്ജും ഉംറയെല്ലാം നീ മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കണേ അല്ലാ. റബ്ബേ, അവരെ നീ കാക്കണേ അല്ലാ. കാലാവസ്ഥ അനുകൂലമാക്കി കൊടുക്കണേ റഹ്മാനെ. അവരവിടെ വെച്ച് ചെയ്യുന്ന ദുആകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും അല്ലാഹുവേ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിരവധി പേരാണ് രോഗികളായിട്ടുള്ളത്, വീടില്ലാതെ വിഷമിക്കുന്നത്, ജോലിയില്ലാതെ സങ്കടപ്പെടുന്നത്. എല്ലാവർക്കും എല്ലാ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്ക റഹ്മാനെ, ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്ക റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മക്കളുണ്ടായിട്ട് ആ മക്കളൊന്ന് നന്നാവാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞ മാതാപിതാക്കളുണ്ട്. ആ മാതാപിതാക്കളുടെ വിഷമം സങ്കടം നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളുടെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും റിസൾട്ട് വരാനുണ്ട്. ഉന്നതമായ വിജയം ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും കൊടുക്കണയല്ല. അവരുടെ തുടർ പഠനങ്ങളിൽ നീ ഖൈറും സലാമത്തും കൊടുക്കണയല്ല. അവർക്ക് നല്ല ഭാവി കൊടുക്കണയല്ല. അല്ലാഹുവേ, വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ റഹ്മാനെ. ഈ ദുന്യാവിലും നാളെ ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി മാറ്റണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിരവധി പേരാണ് രോഗങ്ങളായി കഴിയുന്നത്. അവര് നമ്മുടെ കുടുംബാദികളിൽ പല ആളുകളും രോഗികളാണ്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രവാസ ലോകത്ത് കഴിയുന്ന ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങള്, റബ്ബേ ഞങ്ങളുടെ പ്രവാസികളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് കാലാവസ്ഥ നീ അനുകൂലമാക്കി തരണേ അല്ലാ. മഴ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്ന നാടുകളുണ്ട്, അവർക്ക് നീ ഖൈറായ മഴ കൊടുക്കണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന നാടുകളുണ്ട്, ഖൈറായ മഴ അവർക്ക് നീ കൊടുക്കണേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ, 100 പ്രശ്നങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹുവേ ഈ മജ്ലിസിൽ വെച്ച്, ഇന്നത്തെ മജ്ലിസിൽ വെച്ച് ദുആരക്കണേ ഉസ്താദേ എന്ന് നിരവധി പേര് പറഞ്ഞിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളാണ് ദുആ വസിയത്ത് പറയാറുള്ളത്. റബ്ബേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് നടത്തി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഇരുലോകത്തും തരണേ അല്ലാ. പ്രയാസ പ്രശ്ന പരിഹാരങ്ങൾ നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഖൈറും സലാമത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിൽ ബറക്കത്ത് തരണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സലാമത്ത് തരണേ അല്ലാ. റഹ്മാനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അല്ലാഹു ഞങ്ങൾക്ക് ഖൈറായത് എല്ലാം തരണേ അല്ലാ. ഷർറായ എല്ലാ കാര്യങ്ങളെ തൊട്ടും നീ കാവൽ തരണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്നവർ പങ്കെടുക്കുക. ഈ മജ്ലിസിൻ്റെയൊക്കെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു നമ്മുടെ ഈ സ്നേഹബന്ധം നിലനിർത്തട്ടെ, നമ്മുടെ ദുആഇനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.